ഹായ്, ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ പാർട്ടി വെയർ വേർഷനാണ്. സോ ഇന്നത്തെ പാർട്ടി വെയർ വേർഷനകത്ത് നമുക്കൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് നമുക്ക് ട്രൈ ചെയ്യുക. സോ ട്രൈ ചെയ്യുന്നത് ആദ്യമേ നമ്മൾ സൺസ്ക്രീനാണ്. സോ സൺസ്ക്രീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺബാൻ പ്രോ സൺസ്ക്രീനാണ്. സോ ഇപ്പോഴത്തെ സമ്മർ സീസണിലാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഇതാണ് സൺസ്ക്രീന്. സോ അത് എല്ലാവരും യൂസ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് അടുത്തത് നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യുക. പ്രൈമറിനകത്ത് നമുക്ക് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൈമർ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ പ്രൈമറിന് പകരം അല്ലാതെ നമുക്ക് അലോവേറ ജെൽ യൂസ് ചെയ്യാൻ ഞാനിവിടെ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അത് ഫേസിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഫൗണ്ടേഷനകത്ത് നമുക്ക് ഞാനൊരു ലാക്മേയുടെ ഫൗണ്ടേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു SPF ഉള്ളൊരു ഫൗണ്ടേഷനാണ്. ഇത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഫേസിലും നെക്കിലും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഫൗണ്ടേഷനൊക്കെ ആണെങ്കിൽ ഫേസിൽ മാത്രമല്ല നെക്കിലും അപ്ലൈ ചെയ്യണം. സോ ഇതൊരു നല്ല ഫിനിഷിങ് ടച്ച് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഞാനിത് കുറേ നാൾ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. എനിക്ക് വലിയ കുഴപ്പമില്ലായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ഫൗണ്ടേഷന്. സോ ഇതാണ് ലാസ്റ്റിൽ ഫൗണ്ടേഷൻ കൊണ്ട് വരുന്നൊരു ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോകാം. സോ ഐ മേക്കപ്പിനകത്ത് ഞാനൊരു കാജലാണ് യൂസ് ചെയ്യുന്നത്. സോ കാജൽ ആ ലോവർ പോർഷനിൽ കൊടുക്കുക. സോ രണ്ട് ഐസിലും നമ്മൾ കാജലം കൊണ്ട് തന്നെയാണ് ലോവർ പോർഷനിൽ കൊടുക്കുന്നത്. നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്. ഇത് ബ്ലൂ ഫാവൻ്റെ കാജലാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പർ പോർഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ലാക്മേയുടെ ഐലൈനറാണ്. അതും തിക്കായിട്ട് തന്നെയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. സോ ഇതാണ് നമുക്ക് ഐസ് ഉള്ളത്. പിന്നെ ഇനിയുള്ളത് മസ്കാരയും കൂടെ അപ്ലൈ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് മസ്കാര എടുക്കുക, മസ്കാര അപ്ലൈ ചെയ്യുക. അടുത്തത് ലിപ്പ് പെൻസിൽ അപ്ലൈ ചെയ്യുക. ലിപ്പ് പെൻസിൽ ലിപ്പിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ മറ്റേ ഏത് ഷെയ്ഡാണ് നിങ്ങൾക്ക് വേണ്ടത് അത് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇതാണ് ഈ ഒരു ലുക്ക് വരുന്നത്. ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. പിന്നെ ഞാനിതൊരു കുർത്തി കോസ്റ്റ്യൂം കുറച്ച് ഇതും കൂടെ ആയതുകൊണ്ട് ട്രഡീഷണലും കൂടെ ഒരു ലുക്കും കൂടെ ആയതുകൊണ്ട് ഞാനൊരു പൊട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിന്നെ ഹെയർ മേക്കപ്പാണ്. ഹെയർ മേക്കപ്പിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷാമ്പൂ കണ്ടീഷനായിട്ടൊരു ഹെയർ ആയിരിക്കണം. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ നമുക്കത് ചൂസ് ചെയ്യാം. സോ പിന്നെ ഒരു പഫ് സ്റ്റൈലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ഹെയർ ആണ്. സോ അല്ലെങ്കിൽ ഹെയറിൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെയർ സ്റ്റൈൽ നമുക്കത് കോംബ് ചെയ്തെടുക്കാൻ നല്ല പാടായിരിക്കും. സോ മാക്സിമം നല്ല ഷാമ്പൂ കണ്ടീഷനായിട്ടുള്ള ഹെയർ ആയിരിക്കണം. നല്ല രീതിയിൽ കോംബ് ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ നല്ല സ്ട്രെയിറ്റൻ വേണ്ടുള്ളവർക്ക് സ്ട്രെയിറ്റൻ അപ്ലൈ ചെയ്യുക. സോ നമുക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ അല്ലെങ്കിൽ കേർലി ഹെയർ വേണമെങ്കിൽ മറ്റേ സ്റ്റൈലർ യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുക. സോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ അത് സെലക്ട് ചെയ്യുക. സോ ഇതാണ് ഹെയർ സ്റ്റൈലും കൂടെ എല്ലാം കൂടെ ഇത്ര ഉള്ളൊരു ലുക്ക് വരുന്നത്.
പിന്നെ ഇനി ഏതാ മിസ്സിങ് പാർട്ട് എന്ന് വെച്ചാൽ ഇനി നമുക്ക് ജ്വല്ലറി ഇടാം. സോ ജ്വല്ലറി ഞാനൊരു സെറ്റാണ് ഉള്ള ജ്വല്ലറിയാണ്. സോ ഇത് നമുക്ക് ചോക്കർ രീതിയിലാണ് ഞാനിവിടെ ഇടുന്നത്. ഇത് തന്നെ എൻ്റെ പെയറിങ് വരുന്നത് ജിമിക്കി സ്റ്റൈലാണ്. സോ ജിമിക്കി ടൈപ്പാണ് ഇത് വരുന്നത്. ചോക്കറും രീതിയിൽ നമുക്ക് ഇത് ഇടാം, അതല്ലാതെ തന്നെ കുറച്ചും കൂടെ ലെന്ത് താത്തി നമുക്ക് ഇടാം. സോ ഇതാണ് ഒരു ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ താങ്ക് യു.